നമസ്കാരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ചില സുപ്രധാന മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലം പുനഃസംഘടനയോടെയാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമായത്. വട്ടിയൂർക്കാവ് മണ്ഡലം ആർക്കൊപ്പം നിൽക്കും? വലത്തോട്ട് തിരിയുമോ? ഇടതിൽ തന്നെ കാലുറപ്പിക്കുമോ? അതോ NDAക്ക് കൈകൊടുക്കുമോ? പരിശോധിക്കാം വോട്ട് ടോക്കിലൂടെ. വിനീഷ്, ഈ തിരുവനന്തപുരത്തെ 14 നിയോജക മണ്ഡലങ്ങളിൽ എന്നും ശ്രദ്ധിക്കപ്പെടുന്നൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അത് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരാറുണ്ട് വട്ടിയൂർക്കാവിൽ. ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ല. കനത്ത ത്രികോണ മത്സരമല്ലേ അവിടെ നടക്കുന്നത്? അതെ, ഇത്തവണ ഈ തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളല്ല, സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ഇത്തവണ വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥികൾക്കുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ വലിയ പ്രധാന പ്രത്യേകത. കാരണം 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അവിടെ എത്തുന്നു. എപ്പോഴും സ്ഥാനാർത്ഥികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കെ മുരളീധരൻ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നു. അവിടെ മേയർ ബ്രോ എന്ന രീതിയിൽ സജീവമായി വരികയും പേരെടുക്കുകയും ഒക്കെ ചെയ്ത VK പ്രശാന്ത് 2 തവണ MLA ആയി വീണ്ടും മത്സരരംഗത്ത് വരുന്നു. ഒപ്പം R ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയായും കൂടെ വരുമ്പോൾ, കാരണം മുൻ IPS കാരിയാണ്, മാത്രമല്ല ആദ്യത്തെ വനിതാ IPS എന്നുള്ള ബഹുമതിയൊക്കെ നേടിയ അങ്ങനെ ഒട്ടേറെ സവിശേഷതയുള്ള സ്ഥാനാർത്ഥികൾ സജീവമായി വരുന്നത് കൊണ്ട് തന്നെ ആ മണ്ഡലം ശ്രദ്ധേയമാകുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായും വളരെ ശ്രദ്ധേയമായ മണ്ഡലമാണ്. കാരണം ശക്തമായ മത്സരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടന്നതാണ്. അതായത് ത്രികോണ മത്സരം തന്നെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ ഇത്തവണ അത് കൂടുതൽ ശക്തമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുൻകാല വട്ടിയൂർക്കാവിനേക്കാൾ സജീവമായ ശ്രദ്ധ എല്ലായിടത്തേക്കും വരുന്നുണ്ട്. തീർച്ചയായും ഈ 3 സ്ഥാനാർത്ഥികളും വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ കെ മുരളീധരൻ്റെ കാര്യമെടുത്താൽ, മുരളീധരനോടൊക്കെ നമ്മൾ സംസാരിക്കും. മുരളീധരൻ നമുക്ക് നേരത്തെ അഭിമുഖങ്ങളൊക്കെ തന്ന സമയത്തൊക്കെ തെരഞ്ഞെടുപ്പ് മുമ്പും ഒക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം, ഞാൻ മത്സരിക്കുകയാണെങ്കിൽ അത് വട്ടിയൂർക്കാവ് മാത്രമായിരിക്കും എന്ന ഒരു നിലപാടിലേക്ക് വരെ അദ്ദേഹം പോയതാണ്. എപ്പോഴും പറയുന്നത് വട്ടിയൂർക്കാവ് എനിക്ക് എൻ്റെ കുടുംബം പോലെയാണ്. 2 പ്രാവശ്യം MLA ആയതാണ്. പിന്നെ ഇടയ്ക്ക് അദ്ദേഹം തന്നെയാണ് അത് മാറി ചിന്തിച്ചത്, പാർലമെൻറ്റ് മത്സരത്തിലേക്കൊക്കെ കടന്നതൊക്കെ. ഇപ്പോൾ ഈ സ്വന്തം കുടുംബമാണ്, അവിടെയുള്ള ആളുകളൊക്കെ വളരെ സ്വാധീനമുള്ള ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കിടയിൽ മുരളീധരനോട് ചെറിയൊരു വിരോധം കൂടിയുണ്ട്. ഇട്ടെറിഞ്ഞ് പോയില്ലേ എന്ന് ചോദിക്കുന്ന വോട്ടർമാരുമുണ്ട് വട്ടിയൂർക്കാവിൽ. ഈ വട്ടിയൂർക്കാവ് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. കാരണം അദ്ദേഹം എപ്പോഴും നിലനിൽക്കാൻ ആഗ്രഹിച്ച, മത്സരിക്കാൻ ആഗ്രഹിച്ച, അവിടെ തുടരാൻ ആഗ്രഹിച്ച ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ. പക്ഷേ 2 തവണ അവിടുന്ന് അദ്ദേഹം വിജയിച്ചതിന് ശേഷം വടകരയിലേക്ക് പോകുന്നു, അവിടുന്ന് തൃശ്ശൂർ വരുന്നു. അങ്ങനെ ജയിച്ചും തോറ്റും തിരിച്ചു മടങ്ങുന്ന ഒരു മുരളീധരനാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ തിരിച്ചു വരുന്നത്. അങ്ങനെ വട്ടിയൂർക്കാവിലേക്ക് മുരളീധരൻ തിരിച്ചു വരുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെയധികം മാറി. അവിടെ ഒരുപാട് വെള്ളം അതുവഴി ഒഴുകിപ്പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യം മുരളീധരൻ മത്സരിച്ച് 2 തവണ വിജയിച്ച് നിൽക്കുന്ന മണ്ഡലത്തിൽ മുരളീധരൻ പോയതിനു ശേഷം UDF അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടാമതായി മാറി. ആദ്യ തെരഞ്ഞെടുപ്പിൽ 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് വീണ്ടും താന്നു. അങ്ങനെ 1ാം സ്ഥാനത്ത് നിന്ന വട്ടിയൂർക്കാവ്, UDFനൊപ്പം നിന്ന, മുരളീധരനൊപ്പം നിന്ന, കോൺഗ്രസിനൊപ്പം നിന്ന വട്ടിയൂർക്കാവ്, മുരളീധരൻ ഒരു കറക്കമൊക്കെ കറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും അത് 3ാം സ്ഥാനത്തെത്തി. അപ്പം അങ്ങനെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇത്തവണ മുരളീധരൻ വരുന്നത്. ആ സമയത്തേക്കും അവിടെ മുരളീധരൻ പോയതിനു ശേഷം VK പ്രശാന്ത് മണ്ഡലത്തിൽ വലിയ സജീവ സാന്നിധ്യമായി മാറി. 2 തവണ വിജയിച്ചു. BJPയുടെ വോട്ട് നില മാറി. കാരണം BJP മുരളീധരൻ വിജയിച്ചിരുന്ന സമയത്ത് BJP 3ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ മുരളീധരൻ പോയ ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 2ാം സ്ഥാനത്തേക്ക് BJP എത്തിയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കോൺഗ്രസ് 3ാം സ്ഥാനത്തും ആ ഒരു സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിലാണ് മുരളീധരൻ. പക്ഷേ മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു നേതാവ് തന്നെയാണ്. ആ മണ്ഡലം എക്കാലത്തും മുരളീധരനൊപ്പം അല്ലെങ്കിൽ UDFനൊപ്പം നിർത്താമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു UDF എടുത്ത അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്ത ഒരു തെറ്റായ തീരുമാനത്തോടെയാണ് മുരളീധരനെ അവിടെ നിന്നും വടകരയിലേക്ക് കൊണ്ടുപോകുന്നത്. വടകര മണ്ഡലം അങ്ങനെ കോൺഗ്രസിന് അപ്രാപ്യമായ മണ്ഡലമൊന്നുമല്ല. നിഷ്പ്രയാസം മുരളീധരൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. മുരളീധരൻ മത്സരിച്ചാൽ മാത്രം വിജയിക്കുന്ന ഒരു മണ്ഡലമല്ല വടകര. പക്ഷേ വട്ടിയൂർക്കാവ് അങ്ങനെയല്ല. മുരളീധരൻ നിന്നാൽ ഉറപ്പായും വിജയിക്കും, മറ്റൊരാൾ വന്നാൽ പരാജയപ്പെടും. അത് നമ്മൾ കണ്ടു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ
നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുമ്പോൾ അതിന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ബുദ്ധിപരമായി നീങ്ങണം. അത് അല്ലെങ്കിൽ വലിയ പരാജയങ്ങൾ നേരിടും. അങ്ങനെയാണ് വട്ടിയൂർക്കാവുന്ന മണ്ഡലം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ മുരളീധരൻ്റെ ഒരു പ്രതീക്ഷയും അതാണ്, ഞാൻ വന്നാൽ വട്ടിയൂർക്കാവ് തിരിച്ചു കിട്ടും, വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എന്നും എനിക്കൊപ്പം മാത്രമേ നിൽക്കുള്ളൂ, മുൻപ് UDF അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് മറ്റുള്ള ആളുകളായതുകൊണ്ടാണ് എന്നാണ് മുരളീധരൻ പറയുന്നത്. പക്ഷേ മുരളീധരൻ ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട്, അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇന്നുള്ളത്. മുരളീധരൻ ഒരു നേമത്ത് മത്സരിക്കലൊക്കെ ഉണ്ടായല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. അത് മുരളീധരനും പരോക്ഷമായൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മുരളീധരന് തിരിച്ചടിയാവാൻ സാധ്യതയില്ലേ? അല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം മുരളീധരൻ ഇവിടെ മത്സരിച്ച് വിജയിച്ച സമയത്തുള്ള ഒരു സാഹചര്യം മാറി. അന്ന് BJP ഇത്രയും ശക്തമല്ല മണ്ഡലത്തിൽ. ഇപ്പോൾ BJP 3ാം സ്ഥാനത്ത് നിന്നൊക്കെ വളരെ പിന്നിൽ നിന്ന BJP ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. കാരണം BJPയേക്കാൾ വളരെ പിന്നിലായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അപ്പം BJP വളരെയധികം വളർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുപോലെ അതാണ് നേമത്ത് സംഭവിച്ചത്. മുരളീധരൻ നേമത്ത് നിഷ്പ്രയാസം ജയിക്കാമായിരുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിനു മുമ്പ് മത്സരിച്ചപ്പോൾ ഉണ്ടായ സാഹചര്യം അതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ തരത്തിൽ ഒരു മുരളീധരന് യോജിക്കാത്ത ഒരു പരാജയം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. സമാനമായ ഒരു സാഹചര്യം കോൺഗ്രസ് വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സംശയിക്കാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ആ മണ്ഡലത്തെ കൊണ്ടുചെന്ന് എത്തിച്ചു. മാത്രമല്ല BJP ഓരോ പടിയായി ആ മണ്ഡലത്തിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ മേയറായ VV രാജേഷാണ് അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചത്. VV രാജേഷ് ആ മണ്ഡലത്തെ A ക്ലാസ് മണ്ഡലമാക്കി മാത്രമല്ല, A ക്ലാസ്സിൽ വേണമെങ്കിൽ വിജയിക്കാമെന്നൊരു തരത്തിലേക്ക് 5 വർഷം മുമ്പ് തന്നെ എത്തിച്ചു. ആ 5 വർഷം കഴിയുമ്പോൾ BJP വീണ്ടും വളരുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അന്ന് ആ മണ്ഡലത്തിലെ നഗരസഭകൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ വാർഡുകളൊക്കെ ഇടതുമുന്നണിക്ക് മുൻതൂക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ വരുന്ന മണ്ഡലങ്ങളിൽ അതിൻ്റെ 12ഓളം വാർഡുകളിൽ BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അവരുടെ പക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം മാറി. കോൺഗ്രസ് മുരളീധരൻ പോയതോടുകൂടി അവിടെ തകർന്നു, BJP വളർന്നു. BJPയുടെ വളർച്ച മാത്രമല്ല, BJPയുടെ വളർച്ച വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, വട്ടിയൂർക്കാവ് എടുത്തു നോക്കിയാൽ VK പ്രശാന്ത് എന്ന് പറഞ്ഞ MLA, LDFിൻ്റെ ഇപ്പോഴത്തെയും സ്ഥാനാർത്ഥി, ഈ പ്രശാന്ത് ഒരു ജനകീയനാണ് വട്ടിയൂർക്കാവിൽ. മുരളീധരൻ പറയുന്നത് പോലെ മുരളീധരന് സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ. അതും മുരളീധരന് തിരിച്ചടിയാവില്ലേ? യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ തവണത്തെ VK പ്രശാന്തിൻ്റെ ഭൂരിപക്ഷം മാത്രം എടുത്താൽ മതി. 20,000-ലധികം വോട്ടുകൾക്ക് ആണ് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് വിജയിക്കുന്നത്. മാത്രമല്ല അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മുരളീധരൻ ഉണ്ടായിരുന്ന ആ കാലത്തെ വ്യത്യാസമല്ല ഇന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന. കഴിഞ്ഞ തവണ പോലും 2ാം സ്ഥാനത്ത് വന്ന BJP 40,000 വോട്ട് നേടുമ്പോഴാണ് 60,000-ഓളം വോട്ടുകൾ നേടി VK പ്രശാന്ത് എന്ന് പറയുന്ന മുൻ മേയർ കൂടിയായിരുന്ന അദ്ദേഹം വിജയിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനം മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും എത്തി ജനങ്ങളെ ചേർത്ത് പിടിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു യുവ നേതാവെന്നുള്ള ഒരു ലേബൽ വളരെ ശക്തമായിട്ട് VK പ്രശാന്തിനുണ്ട്. അത് അദ്ദേഹത്തിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മേയറായിരിക്കുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് മുൻകൂട്ടി അറിയാം. തിരുവനന്തപുരം മേയറായി ഇരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ അദ്ദേഹം നിന്നതും പ്രവർത്തിച്ചതുമൊന്നും മറക്കാനുള്ള സമയമായിട്ടില്ല. അതിനുശേഷമാണ് ജനങ്ങൾ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് ഒരു അവസരം കൊടുക്കുന്നത്. ആ ആദ്യ അവസരത്തിലും അദ്ദേഹം ഒരു മികച്ച രീതിയിൽ തന്നെ മണ്ഡലത്തിനൊപ്പവും ജനങ്ങൾക്കൊപ്പവും ഒക്കെ നിന്നു. ആ നിന്നതിൻ്റെ തെളിവാണ് തൊട്ടടുത്ത, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് അജയനായി. കാരണം ഒരു മത്സരം പോലും ഇല്ലാത്ത, ഭീഷണി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ 2021 VK പ്രശാന്ത് ജയിക്കുന്നത്. ഇപ്പം മുരളീധരൻ മത്സരിക്കുന്ന കോൺഗ്രസിന് VK പ്രശാന്തിന് ഒപ്പമെത്തണമെങ്കിൽ 30,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഒന്നും രണ്ടുമല്ല. അപ്പോൾ എത്രത്തോളം ജനകീയനായിരുന്നോ മുരളീധരനെങ്കിൽ ആ ജനകീയത പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി കടന്നിട്ടാണ് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ
വലിയ മത്സരം നടക്കും. മാത്രമല്ല സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോഴും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയൊക്കെ പരിഗണിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മികച്ച സ്ഥാനാർത്ഥിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇപ്പം വട്ടിയൂർക്കാവിനും വലിയ ആശങ്കയാണ്. എല്ലാവരും മികച്ച സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാകും എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യവും അങ്ങനെയാണ്. ശ്രീലേഖ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു, രാഷ്ട്രീയത്തിലേക്കൊന്നും വന്നിരുന്നില്ല. പക്ഷേ അവരെ പറ്റി ആളുകൾക്കുണ്ടായിരുന്ന ആ ഒരു അഭിപ്രായമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. രാഷ്ട്രീയത്തെ വളരെ ഗൗരവമായി തന്നെയാണ് ശ്രീലേഖ കാണുന്നത്. അങ്ങനെ തോന്നിയില്ലേ? തീർച്ചയായിട്ടും. കാരണം ആർ ശ്രീലേഖ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരി ആയിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. കാരണം ആർ ശ്രീലേഖ വളരെ മികച്ച ഒരു IPS ഓഫീസറാണ്. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനമായിരുന്നു അവർ. കാരണം ആദ്യമായിട്ട് ഒരു വനിത IPS ഉദ്യോഗസ്ഥയാകുന്നത് ആർ ശ്രീലേഖയാണ്. അതിനുശേഷമാണ് അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെയും നമുക്കറിയാം, ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ മത്സരത്തിലാണ്. അവിടെ പലരും പറഞ്ഞിരുന്നു ശ്രീലേഖ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ ഇതില്ലാത്തതുകൊണ്ട് ശ്രീലേഖ ഒരു പക്ഷേ ജയിക്കാനുള്ള സാധ്യതയില്ല. അവിടെ BJP-കാർ പെട്ടെന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിക്ക് BJP-കാർ പോലും ചിലപ്പോൾ വോട്ട് ചെയ്യില്ല. അങ്ങനെ ശ്രീലേഖ ഒരുപക്ഷെ ശാസ്തമംഗലത്ത് തോക്കും എന്നൊക്കെ പറഞ്ഞെടുത്ത് അവിടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശ്രീലേഖ അവിടെ നിന്നും വിജയിക്കുന്നത്. തുടർന്നുള്ള അവരുടെ പ്രവർത്തനമാണെങ്കിലും അവർ ആ വാർഡിലേക്ക് എത്തുകയും അവിടെ താമസിച്ച് അല്ലെങ്കിൽ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ പ്രവർത്തനങ്ങളെല്ലാം അതിഭയങ്കരമായി മികച്ച രീതിയിൽ സജീവമാക്കി കൊണ്ടുപോയി ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് തെളിയിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് അവർ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ശ്രീലേഖയ്ക്ക് ഒരു മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയ്ക്ക് അപ്പുറം രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന ഒരു പരിഗണനയ്ക്ക് അപ്പുറം ഒരു പരിഗണന ആ മണ്ഡലം കൊടുക്കും. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് പോലൊരു മണ്ഡലത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ അവിടുത്തെ ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു കുറച്ചുകൂടി ഗൗരവമായി തെരഞ്ഞെടുപ്പിനെ കാണുന്ന ജനങ്ങളുള്ള ഒരു മേഖല കൂടിയാണ് ഈ വട്ടിയൂർക്കാവ്. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ ആർ ശ്രീലേഖ ഒട്ടും പിന്നിലല്ല. എനിക്ക് തോന്നുന്നു ഒരുപടി മുന്നിലാണ് നിലവിൽ ആർ ശ്രീലേഖ ഉള്ളത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലം BJP-ക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ പ്രകടനം ആവർത്തിച്ചാൽ പോലും ആർ ശ്രീലേഖയ്ക്ക് അവിടെ MLA ആയി വിജയിച്ച് വരാനായിട്ട് കഴിയും. ഡീൽ എന്ന് പറയുന്നത് അതിപ്പോൾ വിവാദമാണ്. ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഏതെങ്കിലും തരത്തിലൊക്കെ ആ ഒരു വിഷയം വരുന്നുണ്ട്. മുരളീധരൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, BJP-യും CPM-ഉം തമ്മിലൊരു ഡീലുണ്ട്, മുരളീധരനെ തറപറ്റിക്കാൻ വട്ടിയൂർക്കാവിൽ എന്ന് പറയുന്നുണ്ട്. അത് എത്ര ഗൗരവത്തിലെടുക്കാം അത് മുരളീധരൻ പറഞ്ഞ കാര്യത്തെ? അല്ല, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ മണ്ഡലം എങ്ങനെയും പിടിക്കണം. അപ്പം അവിടെ കുറച്ച് ന്യൂനപക്ഷ വോട്ട് ഉണ്ട്. ആ ന്യൂനപക്ഷ വോട്ട് ഉറപ്പിക്കുവാൻ ഉള്ള ശ്രമം മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് തീർച്ചയായും മുരളീധരൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവേണ്ടതുമാണ്. അവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ പറയുന്ന ഡീല് നേരത്തെ മറ്റു സ്ഥലങ്ങളിൽ പറയുന്ന ഡീലല്ല. അതായത് ആർ ശ്രീലേഖയെ BJP അംഗീകരിക്കില്ല. ആ ആർ ശ്രീലേഖ വരുന്നതിനോട് BJP-യിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. അങ്ങനെ ഒരു നറേറ്റീവ് അവിടെ കൊണ്ടിരുന്നു. എന്നിട്ട് ആ വോട്ടുകളൊക്കെ ഇടതുപക്ഷത്തിന് കൊടുത്ത് അങ്ങനെ അവിടെ VK പ്രശാന്തിനെ ജയം കൂടുതൽ ഉറപ്പാക്കി ഒരു UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കാതിരിക്കാനുള്ള ശ്രമം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ് ഒരു വശത്ത് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് RSSന് അല്ലെങ്കിൽ BJP-ക്ക് തോൽപ്പിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി സംസ്ഥാനത്തുണ്ടെങ്കിൽ അത് ഞാനാണ്. അതായത് BJP തോൽപ്പിക്കാൻ, കാരണം BJP-ക്ക് ജയിക്കാനല്ല, എന്നെ തന്നെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇത് മുരളീധരൻ വളരെ ഗൗരവമായി ഉന്നയിക്കുന്നതാണ്. അത് വളരെ ബുദ്ധിപൂർവമായ മുരളീധരൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ മികവായിട്ട് തന്നെ കാണണം. കാരണം ഈ ന്യൂനപക്ഷ വോട്ട് ഒരു കാരണവശാലും VK പ്രശാന്തിലേക്ക് പോകാതെ പൂർണ്ണമായും തനിക്ക് കൊണ്ടുവരണം. കാരണം ഇവിടുത്തെ BJP-യുടെ അല്ലെങ്കിൽ RSSന്റെ ശത്രു എന്ന് പറയുന്നത് ഞാനാണ്. അതുകൊണ്ട് അതേസമയം VK പ്രശാന്ത് അങ്ങനെ ഒരു ശത്രു അല്ല, അവർ കുഴപ്പമില്ല, VK പ്രശാന്ത് ജയിച്ചാലും BJP-ക്ക് പ്രശ്നമില്ല എന്നൊരു നറേറ്റീവ് അവിടെ സ്ഥാപിച്ചെടുക്കേണ്ടത് മുരളീധരൻ ഒരു ആവശ്യമാണ്. അത് രാഷ്ട്രീയപരമായ ഒരു ആവശ്യമാണ്. കാരണം മുരളീധരൻ തുടങ്ങുന്നത് വളരെ താഴേന്നാണ് ഇപ്പോൾ. കാരണം മുരളീധരൻ ഇട്ടിട്ട് പോയതല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ആ മണ്ഡലം അല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ മാത്രം വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നൊരു സാഹചര്യത്തിലാണ് മുരളീധരൻ ആ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ കണ്ടാൽ മതി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവ് ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം. മെയ് 4 വരെ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു മണ്ഡലത്തിന്റെ വിശകലനവുമായി വീണ്ടും കാണാം വോട്ട് ടോക്കിലൂടെ. നമസ്കാരം.